ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരു മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, കുറച്ച് അടിപൊളി ജേർണൽ സപ്ലൈസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കലാപരിപാടികളിലോട്ട് പോയാലോ. നമ്മളിവിടെ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നുള്ളത് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന സപ്ലൈസിൽ കൂടുതലായിട്ട് വരുന്ന തീം ഏതാ വെച്ചാൽ ബ്ലൂ, പിങ്ക്, ഗ്രീൻ, യെല്ലോ എന്നീ കളേഴ്സ് ഒക്കെയാണ്. ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് വേണമല്ലോ. അപ്പോൾ നമ്മൾ ബുക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മുന്നത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കവർ ചെയ്യുന്ന ഒരു ഐഡിയാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവരാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചില ആൾക്കൊരു വിചാരമുണ്ട്, ജേർണലിംഗ് സപ്ലൈസ് ഉണ്ടായാൽ മാത്രമാണ് ജേർണലിംഗ് ചെയ്യാൻ പറ്റുക. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജേർണലിംഗ് ചെയ്യാം. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഹാൻഡ് മെയ്ഡ് സപ്ലൈസും അതേപോലെ തന്നെ റെഡിമെയ്ഡ് സപ്ലൈസും ഒക്കെ വെച്ച് ജേർണലിംഗ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പാറ്റേൺസ് ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള വാഷി ടേപ്സ് ആണ്. ആൻഡ് ഇത്തവണത്തെ വാഷി ടേപ്പ് കുറച്ച് വെറൈറ്റിയാണ്, മുമ്പത്തെ പോലെയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു ബാൻഡേജ് ടൈപ്പിലായിട്ടാണ് വാഷി ടേപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വാഷി ടേപ്സ് അല്ല വേണ്ടത്, നോർമലായിട്ടുള്ള വാഷി ടേപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇപ്പോൾ പറയുന്ന വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ഈ ജേർണൽ സപ്ലൈസ് ഒക്കെ ഒറ്റ ദിവസം ഇരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിൻ്റ് ഒക്കെ കുറച്ച് അധികം തന്നെ കളേഴ്സൊക്കെ ആക്കി വെക്കുക. കാരണം എന്താ വെച്ചാൽ ഈസിയും ആണ്, അതേപോലെ തന്നെ നമ്മുടെ പണിയും പെട്ടെന്ന് കഴിയും. അപ്പോൾ എന്തായാലും ഈ വാഷി ടേപ്സ് ഒക്കെ എങ്ങനെയുണ്ടെന്നിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ഇത്രയും വാഷി ടേപ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ബ്ലൂ വാഷി ടേപ്പും പിന്നെ പിങ്ക് വാഷി ടേപ്പും ആണ്. ഇനി അടുത്തതായിട്ട് കുറച്ചധികം ക്യൂട്ടായിട്ടുള്ള സ്റ്റാമ്പ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു പാറ്റേൺ വരച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡ്സ് ഒക്കെ ഞാനൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ ഡ്രോ ചെയ്തെടുക്കുന്നുള്ളത്. എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്താൽ സംഭവം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഞാനിവിടെ 2 മെത്തേഡിലായിട്ടാണ് ഈ ഒരു സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതിയാവും. സത്യം പറഞ്ഞാൽ ഞാൻ ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കണം വിചാരിച്ചത് കവായി ടീമിലായിരുന്നു, പക്ഷെ ചെയ്തു വന്നപ്പോൾ വേറെ എന്തോ ടീമിലായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഈ ജേർണൽ സപ്ലൈസ് ഒക്കെ കാണാൻ രസമുണ്ടല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റിലായിട്ട് അറിയിക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തിട്ടുള്ള വാഷി ടിപ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സെക്കൻഡ് മെത്തേഡ് ഏതാണെന്നായിട്ടും നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവുക. അത് വേറെ ഒന്നുമല്ല, സ്റ്റിച്ചിങ് മെത്തേഡാണ്. സത്യം ഞാൻ ഷോർട്സിലായിട്ട് കണ്ടതായിരുന്നു. അപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്കണം എന്നൊരു ആവേശം ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയതാണ്. അതേപോലെ തന്നെ സക്സസ് ആവില്ലെന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അവസാനം ചെയ്തു വന്നപ്പോൾ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്കൻഡ് മെത്തേഡ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ ഇങ്ങനെയൊക്കെ ആയി കിട്ടും. ആൻഡ് ഇതാണ് നമ്മൾ സെക്കൻഡ് മെത്തേഡിലായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റാമ്പ്സ്. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നുള്ളത് കുറച്ച് അടിപൊളിയായിട്ടുള്ള പോളറോയിഡ്സ്. ആൻഡ് ഇതിൻ്റെ പോളറോയിഡ്സ് തന്നെയാണോ പറയണതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, കാരണം ഞാൻ പിൻട്രസ്റ്റിൽ ജേർണൽ സപ്ലൈസ് അടിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനത്തെ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ 3 ഭാഗം 0.5 സെൻറ്റിമീറ്റേഴ്സിലും അതേപോലെ തന്നെ ഒരു ഭാഗം 1 സെൻറ്റിമീറ്റേഴ്സിലായിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു വീഡിയോസിൽ കൂടുതലായിട്ട് കാണുന്ന കളേഴ്സൊക്കെ ആ ഒരു കളേഴ്സിൽ തന്നെയാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കാണുന്ന പോളറോയിഡ്സ് ഒക്കെ നമുക്ക് ജേർണലിംഗിൽ മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വാളിലൊക്കെ ഒട്ടിച്ചെടുക്കാം, ഒരു വാൾ പോസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട്. അങ്ങനെ ആയിട്ടും ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ പോളറോയിഡ്സിലൊക്കെ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോച്ചൊക്കെ എഴുതി കൊടുത്താലും നല്ല അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ ഗൈസ്, ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കോഫി ടീമാണ് കേട്ടോ. എന്ത് രസമല്ലേ ഇത്! ഞാൻ ചെയ്തതിനേക്കാളും നല്ല അടിപൊളി ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഇൻസ്പോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ അടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളത് കുറച്ച് അടിപൊളിയായിട്ടുള്ള ലേബിൾസ് ആണ്. ഈ ലേബിൾസ് ഒക്കെ ചെയ്യുന്നുള്ളത് വേറെ ഒന്നുമല്ല, നമുക്കിങ്ങനെ ചെറിയ കോട്സും കാര്യങ്ങളും ഉണ്ടാവില്ല നമുക്ക് ജേർണലിംഗിൽ ചെയ്യുമ്പോൾ.
അപ്പം എഴുതി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടീമിലായിട്ട് ഞാൻ ജേർണലിംഗ് സപ്ലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലായിട്ട് അറിയിക്കാം, നമുക്ക് അതുപോലെയൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ജേർണലിംഗ് സപ്ലൈസ് ഒന്നും ഇല്ലെന്നാണ് ജേർണലിംഗ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ജേർണലിംഗ് സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുക ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. ഞാനും ജേർണലിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ മടികാരനാണ് ഇത്രയും ലേറ്റായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ജേർണലിംഗ് സപ്ലൈസിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ലേബിൾസ് ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലേബിൾസും റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവസാനമായിട്ട് ചെയ്യാൻ പോകുന്നുള്ളത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പിന്നെ നമ്മൾ മുമ്പ് ചെയ്തതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇത്തവണ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം വരുന്നില്ല, നമ്മൾ മുമ്പ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സെല്ലോ ടേപ്സ് ഒക്കെ ഒട്ടിച്ചിട്ടാണല്ലോ. ഇത്തവണ അങ്ങനെയൊന്നുമല്ല, അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളത്. അതിൻ്റെ പകരമായിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഗ്ലൂ സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേണ്ടിയെടുത്ത് ഒട്ടിച്ചാൽ മതിയാവും. ഞാൻ ഈ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്താൽ സംഭവം റെഡി ആണല്ലോ. പിന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ നെയിം അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വേല് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണ്ട, നിങ്ങൾക്ക് സെല്ലോ ടേപ്സ് ഒക്കെ ഒട്ടിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതെന്തായാലും പോയിട്ട് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മുടെ ജേർണൽ സപ്ലൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ വീഡിയോ അവസാനിച്ചിട്ടില്ല കേട്ടോ. ഈ സപ്ലൈസ് ഒക്കെ നമുക്ക് ഒന്നും കൂടി ഫ്ലിപ്പ് ത്രൂ പോലെ ഒന്ന് കണ്ടാലോ. ഈ ജേർണലിംഗ് സപ്ലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ജേർണലിംഗ് സപ്ലൈസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കുണ്ടായിരുന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ജേർണൽ സപ്ലൈസ് ഒന്ന് അൺബോക്സ് ചെയ്ത് അതെന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 മെത്തേഡിൽ ചെയ്തിട്ടുള്ള സ്റ്റാമ്പ്സ് ഉണ്ട്, പോളറോയിഡ്സ്, ലേബിൾസ്, പാറ്റേൺ പേപ്പേഴ്സ്, സ്റ്റിക്കേഴ്സ്, വാഷി ടേപ്സ് എന്നിങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇത്രയും തന്നെ ഞാൻ കമൻറ്റ് ചെയ്യുക പറഞ്ഞ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ജേർണലിംഗ് സപ്ലൈസിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ കുറച്ചാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യാമെന്ന് കമൻറ്റിലായിട്ട് അറിയിക്കാം. ഇവിടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഈ അടിപൊളി സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ജേർണലിംഗ് കൂടി ചെയ്താലോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഗ്രീൻ കളറിലാണ് ജേർണലിംഗ് ചെയ്യാൻ പോകുന്നുള്ളത്. ആൻഡ് ഞാൻ ഷോർട്സിലായിട്ട് ഒരു യെല്ലോ കളറിലും കൂടി ജേർണലിംഗ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും അതും പോയിട്ട് കാണാം. ഇവിടെ നമ്മൾ പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു, പോളറൈഡ്സ് ഒട്ടിച്ചു, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുത്തു. പക്ഷേ ഗൈസ്, ഒട്ടിച്ചൊട്ടിച്ചുള്ള അവസാനം എഴുതാനായിട്ട് അത്ര സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതി കൊടുത്തു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തനായിട്ട് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.